നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന കർക്കിടക മാസത്തിലെ എല്ലാ നക്ഷത്രങ്ങളുടെയും ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ചന്ദ്രാൻ ഉള്ള ഫലം എന്ന് പറയുന്നത് എല്ലാ നക്ഷത്രങ്ങളുടെയും പൊതുവായി പറയുന്ന ഫലമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ജനിക്കുന്ന സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ലഗ്നാൽ പറയുന്ന ഫലമാണ് നമുക്ക് കൂടുതൽ അനുഭവവേദിയായിട്ട് വരിക. ജാതകപ്രകാരം പറയുന്ന ഫലങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ഈ ചന്ദ്രാൽ പറയുന്നതായിട്ടുള്ള ഫലം എല്ലാ നക്ഷത്രങ്ങൾക്കും വന്നു ചേരാവുന്ന പൊതുവെ പറയുന്ന ഫലമാണ് എന്ന് മനസ്സിലാക്കുക. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് അവർ നിൽക്കുന്നതായിട്ടുള്ള സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും, കുറച്ച് മോശഫലങ്ങളെയും സൂചിപ്പിക്കുവാനിട വരും. ഗ്രഹങ്ങൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഗ്രഹത്തെ കൊണ്ട് മോശഫലത്തെ സൂചിപ്പിച്ചു, അടുത്ത ഗ്രഹത്തിൻ്റെ ഫലത്തെ സൂചിപ്പിക്കുമ്പോൾ ചിലപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാവും. അപ്പം ഇതിലേത് ഫലമാവും നമുക്ക് വന്നു ചേരുക എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ആർക്കും സംശയം തോന്നാം. നമ്മളുടെ ജാതകപ്രകാരം ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ബലത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ചന്ദ്രാൽ പറയുമ്പോൾ ഗ്രഹങ്ങൾക്ക് മോശസ്ഥാനം സംഭവിച്ചാൽ പോലും മോശഫലം സൂചിപ്പിച്ചാൽ പോലും അത് നമ്മളിലേക്ക് വന്നു ചേരില്ല എന്ന് മനസ്സിലാക്കുക. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യാഴം നമുക്ക് ജാതകപ്രകാരം വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ചന്ദ്രാൽ പറയുമ്പോൾ വ്യാഴം മോശസ്ഥാനത്താണ്, മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ ഈ മോശഫലമൊന്നും അത്ര അനുഭവിക്കാനിട വരില്ല എന്ന് മനസ്സിലാക്കുക. ജാതകപ്രകാരം പറയുന്ന ഫലങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായിട്ട് വരിക. എന്തായാലും അശ്വതി ഭരണി കാർത്തിക കാലം മേടക്കൂറുകാർക്ക് ഈ വരുന്ന കർക്കിടക മാസം സൂര്യൻ നിൽക്കുന്നത് 4-ലാണ്. 4-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലവിധ വിഘ്നങ്ങൾ വന്നു ചേരുക, തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ തടസ്സങ്ങൾ വന്നു ചേരുന്നതും വിഘ്നങ്ങൾ വരുന്നതും ഒന്നും നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഗണപതി ഭഗവാനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങളിൽ വിരക്തി വന്നു ചേരുക, അല്ലെങ്കിൽ അതിനും തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയും 4-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് മേടക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നുണ്ട്. 2-ലാണ് ചൊവ്വ നിൽക്കുന്നത്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 2-ാം ഭാവത്തിൽ ചൊവ്വ നിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോര ഭയം വരിക. അതായത് ചോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തസ്കരൻ, കള്ളന്മാർ നിമിത്ത ഉപദ്രവങ്ങൾ വന്നു ചേരുക. അപ്പോൾ വിശേഷപ്പെട്ടതായിട്ടുള്ള പേപ്പറുകളും ധനവും ഒക്കെ പ്രത്യേകിച്ച് സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്, സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട്. അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ശത്രുക്കൾ നിമിത്തം തന്നെ ദുഃഖങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നു. മനോവിചാര വ്യാധികൾ വന്നു ചേരുക. വെറുതെ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വിഷമിക്കുക. അപ്പോൾ ഈ 2-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ലല്ലോ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഇങ്ങനെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിക്കുക. അപ്പോൾ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. കർക്കിടക മാസത്തിൽ 5-ാം തീയതി വരെ ബുധൻ 4-ൽ നിൽക്കുമ്പോൾ ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, ധനലാഭം വന്നു ചേരുക, നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ 5-ാം തീയതിക്ക് ശേഷം ബുധൻ 5-ലേക്ക് വരുമ്പോൾ ഭാര്യ ഭർത്തൃ കലഹം വന്നു ചേരുക, ഭാര്യ പുത്രകലഹം വന്നു ചേരുക, കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കലഹം വന്നു ചേരുന്നത് ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഈ കർക്കിടകം 5-ാം തീയതിക്ക് ശേഷം ബുധൻ 5-ലേക്ക് വരുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും വ്യാഴം 2-ലാണ് നിൽക്കുന്നത് മേടക്കൂറുകാർക്ക് വ്യാഴം 2-ൽ നിന്ന് കഴിഞ്ഞാൽ ഈശ്വരാധീനത്തെ തന്നെ സൂചിപ്പിക്കുന്നു. ശത്രുനാശം ഉണ്ടാവുക. ഇപ്പൊ ചൊവ്വയെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക എന്നുള്ളൊരു ഫലമല്ലേ നേരത്തെ സൂചിപ്പിച്ചത്. പക്ഷെ വ്യാഴം 2-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്
ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ട് പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. എന്തായാലും വ്യാഴം 2-ൽ നിൽക്കുമ്പോൾ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള ധനം വന്നു ചേരുക, അതുപോലെ തന്നെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. വ്യാഴം 2-ൽ നിൽക്കുന്നതും മേടക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. കർക്കിടകം 17-ാം തീയതി വരെ ശുക്രൻ 4-ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 5-ലേക്ക് വരും. 4-ൽ നിൽക്കുമ്പോഴും 5-ൽ നിൽക്കുമ്പോഴും മേടക്കൂറുകാർക്ക് ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 17-ാം തീയതി വരെ 4-ൽ നിൽക്കുമ്പോൾ ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക. ഇന്ദ്രനെ പോലെയൊക്കെ ശക്തി ഉണ്ടാവുന്ന പറയാം. ഇന്ദ്രന്റെ അത്രയൊന്നും ശക്തി ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാലോ. എന്തായാലും നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടും. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുന്ന ഒരു കാലയളവ്. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി വസിക്കുന്ന ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. 17-ാം തീയതിക്ക് ശേഷം 5-ലേക്ക് വരുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ധനലാഭം ഉണ്ടാവുക, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം സന്താന ലാഭം ഉണ്ടാവുക. സന്താനങ്ങളിൽ നിന്ന് ഗുണങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം 17-ാം തീയതിക്ക് ശേഷമാണ്. അതുപോലെ ബന്ധുഗുണം അനുഭവിക്കുക, ഗുരുവിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങുവാനായിട്ട് സാധിക്കുക. ഈ സന്താന ലാഭം, സന്താന ഗുണം എന്ന് പറഞ്ഞുല്ലോ. ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടൊക്കെ നമ്മളുടെ കുട്ടികൾ വിഷമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കാം. അതായത് സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കാനിട വരിക. 11-ലാണ് ശനി നിൽക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11-ൽ ശനി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടുക, പ്രതാപത്തിന് ആധിക്യം ഉണ്ടാവുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകിക സുഖങ്ങൾ അനുഭവിക്കുക. എന്തായാലും മേടക്കൂറുകാർക്ക് വ്യാഴവും ശനിയും ഒക്കെ വളരെ നല്ല സ്ഥാനത്താണ്. പല ഗ്രഹങ്ങളെ കൊണ്ടും കുറച്ച് മോശഫലങ്ങളെ സൂചിപ്പിച്ചു എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും, ഇല്ലാതാക്കുവാനായിട്ട്, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. കാർത്തിക മുക്കാല രോഹിണി മകേരത്തര ഇടവക്കൂറുകാർക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ 3-ലാണ് സൂര്യൻ നിൽക്കുന്നത്. 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചന്ദ്രാല് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക. ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. അതായത് നമ്മൾ ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും ശമനം വന്നു ചേരുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന ഒരു കാലയളവ്. അതേപോലെ തന്നെ സ്ഥാനാന്തരപ്രാപ്തി വന്നു ചേരുക എന്നൊക്കെയാണ് ഫലത്തിൽ സൂചിപ്പിക്കുന്നത്. സ്ഥാനാന്തരപ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണല്ലോ. അത്രയൊന്നും ഇല്ല എങ്കിൽ പോലും ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ചയുണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ട്. അതായത് ഇടവക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും മോശ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ 3-ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാനിട വരും. ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലങ്ങളും നമുക്ക് അനുഭവത്തിൽ വരുമല്ലോ. അതായത് അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് ഓരോ മാസവും ഫലങ്ങൾക്ക് വ്യത്യാസം വന്നു ചേരുന്നത്, അല്ലേ? ജന്മത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടവക്കൂറുകാർക്ക് നല്ല ഫലത്തെയല്ല. ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഇടവക്കൂറുകാർക്ക് ദേഹകാര്യഭംഗം, അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നല്ല ഫലം വന്നു ചേരാത്ത, കാര്യവിനാശം, നല്ല ഫലം ലഭിക്കാത്ത ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇടവക്കൂറുകാർ ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ. ഈ സ്തോത്രമൊക്കെ നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുക. കർക്കിടക 5-ാം തീയതി വരെ ബുധൻ നിൽക്കുന്നത് 3-ലാണ്. 3-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രുഭയം വന്നു ചേരുക. അകാരണമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഭയമാണ് ശത്രുഭയം. ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുമോ എന്നുള്ളൊരു ഭയം. പക്ഷെ കർക്കിടകം 5-ാം തീയതിക്ക് ശേഷം 4-ലേക്ക് ബുധൻ വരുമ്പോൾ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ സമാധാനം വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ഇടവക്കൂറുകാർക്ക് ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. ചന്ദ്രാൽ നോക്കുമ്പോൾ വ്യാഴം ജന്മത്തിൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള ഫലം വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക, ധനത്തിന് ചെലവ് കൂടുക, സ്ഥാനഭ്രംശം വന്നു ചേരുക, തൊഴിൽപരമായിട്ടൊക്കെ ട്രാൻസ്ഫർ ലഭിക്കുക,
അകാരണമായിട്ട് തന്നെ മറ്റുള്ളവരോട് കലഹം ഉണ്ടാവുക, വേണ്ട ബുദ്ധി വേണ്ട സമയത്ത് തോന്നാതിരിക്കുക, ഇതൊക്കെ മോശഫലങ്ങളാണല്ലോ. അപ്പോൾ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള നല്ല ബുദ്ധി നമുക്ക് വന്നു ചേർന്നാൽ തന്നെ പകുതി ദുരിതങ്ങൾ ഇല്ലാതാകുന്നു. കർക്കിടകം 17-ാം തീയതി വരെ ശുക്രൻ 3-ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 4-ലേക്ക് വരും. 3-ൽ നിൽക്കുമ്പോഴും 4-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 17-ാം തീയതി വരെ ശുക്രൻ 3-ൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. ശത്രുനാശം ഉണ്ടാവുക. അതുപോലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, നല്ല ഫലത്തെയാണ് 17-ാം തീയതി വരെ 3-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 4-ലേക്ക് വരുമ്പോൾ ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. ഇന്ദ്രനെ പോലെ ശക്തിയൊക്കെ ഉണ്ടാവുന്ന പറയുക 4-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട്. ഇന്ദ്രന്റെ അത്രയൊന്നും ശക്തി നമുക്ക് ആർക്കും ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. എന്തായാലും നമ്മുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടും. അപ്പോൾ 3-ൽ നിൽക്കുമ്പോഴും 4-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശുക്രനെ കൊണ്ട് 6-ൽ നിൽക്കുമ്പോഴും 7-ൽ നിൽക്കുമ്പോഴും 10-ൽ നിൽക്കുമ്പോഴും ഒക്കെയാണ് കുറച്ച് മോശഫലത്തെ സൂചിപ്പിക്കുന്നത്. കണ്ടകശനി സ്ഥാനമായിട്ടുള്ള 10-ലാണ് ശനി നിൽക്കുന്നത് എന്ന് പൊതുവെ ഇടവക്കൂറുകാർക്ക് തന്നെ അറിയാം. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്നും അറിയാം. അതായത് 10-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് കർമ്മസിദ്ധി എന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. കർമ്മസിദ്ധി എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനൊക്കെ ആയിട്ട് സാധിക്കും. പക്ഷെ അതിനനുസരിച്ച് ധനം വന്നു ചേരാത്തൊരു ഫലം, നമുക്ക് ധനം സമ്പാദിക്കുവാൻ പറ്റാതെ വരിക, വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക, ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വിദ്യയ്ക്കും യശസ്സിനും കുറച്ച് ഹാനി വരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പനെയും മഹാദേവനെയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാൻ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാം. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. മകീരത്തര, തിരുവാതിര, പുണർന്നം, മുക്കാലം മിഥുനക്കൂറുകാർക്ക് ഈ വരുന്ന കർക്കിടക മാസം സൂര്യൻ നിൽക്കുന്നത് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഭാവമായിട്ടുള്ള 2-ാം ഭാവത്തിലാണ്. 2-ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അന്യരാൽ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അതായത് കടം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ധനപരമായിട്ട് തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതായത് ധനത്തിന് ചെലവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മളെ ആരും കബളിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന വിധത്തിൽ ധനം കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള നല്ല ബുദ്ധി നമുക്ക് വന്നു ചേരും എന്ന് മനസ്സിലാക്കുക. എല്ലാ ബുദ്ധിയും നമുക്ക് തന്നെ വന്നു ചേരണമല്ലോ അല്ലേ. 12-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 12-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പലവിധ ദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അനാവശ്യമായിട്ട് തന്നെ ധനത്തിന് ദുർച്ചെലവ് വന്നു ചേരുക ആരും ആഗ്രഹിക്കാത്തൊരു ഫലമാണ്. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നാമസങ്കീർത്തനമസ്യ സർവ്വപാവത്രനാശനം എന്നാണ് പറയുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള, നമ്മളറിയാതെ, നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ലോ ഓരോ ദുരിതം നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന, അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നാമസങ്കീർത്തനമാണ് ഏറ്റവും കലികാലത്ത് ലളിതമായിട്ടുള്ള ഉപായം. നാമജപമാണ് എന്ന് മനസ്സിലാക്കുക. നാമം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ, ഈശ്വര സേവ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്ന പകുതി ദുരിതങ്ങളില്ലതാണ്. അപ്പോൾ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. കർക്കിടകം 5-ാം തീയതി വരെ 2-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3-ലേക്ക് വരുമ്പോൾ കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2-ൽ നിൽക്കുമ്പോൾ നമ്മളുടെ വാക്കുകൾക്ക് ശോഭയുണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക, ധനപരമായിട്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളും
വളരെ നല്ല രീതിയിൽ തന്നെ വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കാം. പക്ഷേ 3ലേക്ക് വരുമ്പോൾ ശത്രുഭയം ഉണ്ടാകുക, അകാരണമായിട്ട് ഭയം. ശത്രുക്കൾ നിമിത്തം തന്നെ നമുക്ക് ദുഃഖങ്ങൾ വന്നു ചേരുമോ, ദുരിതങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയമാണ് 3ലേക്ക് വരുമ്പോൾ ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വ്യാഴം 12ൽ നിൽക്കുമ്പോഴും വളരെ വഴിനടക്കലുണ്ടാവുക, പലവിധ തടസ്സങ്ങൾ വന്നു ചേരുക, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊക്കെ പരിഹാരം കണ്ടെത്തി കഴിയുമ്പോഴത്തേക്ക് അടുത്ത പ്രശ്നങ്ങൾ വന്നു ചേരുക. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് 12ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. പക്ഷെ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുക, നാരായണ എന്നുള്ള നാമമൊക്കെ ജപിക്കുക. കർക്കിടകം 17-ാം തീയതി വരെ 2ലാണ് ശുക്രൻ, അതിനുശേഷം 3ലേക്ക് വരും. 2ൽ നിൽക്കുമ്പോഴും 3ൽ നിൽക്കുമ്പോഴും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2ൽ നിൽക്കുമ്പോഴും 3ൽ നിൽക്കുമ്പോഴും പ്രത്യേകിച്ച് ഒരു പൊതുഫലത്തെ സൂചിപ്പിക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അംഗീകാരങ്ങൾ വന്നു ചേരുക, പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കുക. 2ൽ നിൽക്കുമ്പോൾ 17-ാം തീയതി വരെ ധനധാന്യ സമൃദ്ധി വന്നു ചേരുക. 17-ാം തീയതിക്ക് ശേഷം 3ലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. 2ൽ നിൽക്കുമ്പോഴും 3ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ലാണ് ശനി നിൽക്കുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക, മന്ദത വന്നു ചേരുക. ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും ഏറ്റവും അവസാന നിമിഷത്തേക്ക് വരെ കാത്തിരിക്കേണ്ടി വരിക. അതേപോലെ തന്നെ സ്വധർമാചരണങ്ങൾക്ക് വിഘ്നങ്ങൾ വന്നു ചേരുക. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കാതെ വരിക. അതായത് ശനിയുടെ പര്യായ പദം തന്നെ പറയുന്നത് മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെയാവുക. എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നത് പതുക്കെയാക്കി തീർക്കുക. അപ്പോൾ ആ 9ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടും പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെയും അയ്യപ്പനെയും മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. എന്തായാലും മിഥുനക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട്, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. പുണർതം കാലപൂയം ആയില്യം കർക്കിടകക്കുറുകാർക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് ജന്മത്തിലാണ്. ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വിഭവനാശം വന്നു ചേരുക. വിചാരിക്കാതെ തന്നെ ധനത്തിൽ ദുർവ്യയം, അനാവശ്യമായിട്ട് ചെലവ് വന്നു ചേരുക. അതേപോലെ തന്നെ ദേഹപീഠകൾ വന്നു ചേരുക. ശരീരത്തിന് പൊതുവെ ഒരു സുഖക്കുറവ് വന്നു ചേരുക. മാർഗസഞ്ചാരം ഉണ്ടാവുക, അതായത് അലച്ചിലുണ്ടാവുക. അപ്പോൾ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. 11ലാണ് ചൊവ്വ നിൽക്കുന്നത് കർക്കിടകക്കൂറുകാർക്ക്. 11ൽ ഏത് ഗ്രഹം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും പാപഗ്രഹങ്ങളായിക്കോട്ടെ ശുഭഗ്രഹങ്ങളായിക്കോട്ടെ ഏത് ഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിലും 11ൽ നിൽക്കുമ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ജനപദ അധികാര ലാഭം വന്നു ചേരുക, സുഖം അനുഭവിക്കുക. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടാണ്. അതുകൊണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ വരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കാം. ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തർക്കങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹാരം വന്നു ചേർന്ന് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരാം. അതേപോലെ തന്നെ ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഭൂമിയിൽ നിന്ന് ആദായം വന്നു ചേരുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്നൊരു നല്ല ഫലത്തെയാണ് 11ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. കർക്കിടകം 5-ാം തീയതി വരെ കർക്കിടകക്കൂറുകാർക്ക് ജന്മത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ജന്മത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുക. നമ്മളുടെ വാക്കുകൾ നിമിത്തം തന്നെ കലഹം വന്നു ചേരുക. അങ്ങനെ തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. കർക്കിടകം 5-ാം തീയതിക്ക് ശേഷം ബുധൻ 2ലേക്ക് വരുമ്പോൾ ജന്മത്തിൽ നിൽക്കുന്നതായിട്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളുടെ വാക്കുകൾക്ക് ശോഭ വന്നു ചേരുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ കർക്കിടകക്കൂറുകാർക്ക് 5-ാം തീയതിക്ക് ശേഷം വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. ജോലിക്ക് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുന്ന നല്ല ഫലത്തെ 5-ാം തീയതിക്ക് ശേഷം കർക്കിടകക്കൂറുകാർക്ക് സൂചിപ്പിക്കാം.
അതായത് ബുധൻ 2ലേക്ക് വരുന്നത് 5-ാം തീയതിക്ക് ശേഷം കർക്കിടക കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാഴം 11-ലാണ് നിൽക്കുന്നത്. വ്യാഴം 11-ൽ നിൽക്കുന്നതാണ് കർക്കിടക കൂറുകാർക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലവുമാണ് പറയുന്നത്. ഇഷ്ടകാര്യ ലാഭം, സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക. ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഗൃഹമായിക്കോട്ടെ, വാഹനമായിക്കോട്ടെ, വിദേശത്തേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹമായിക്കോട്ടെ, ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അതിനുവേണ്ടി ശ്രമിച്ചോളൂ. വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ കർക്കിടക കൂറുകാർക്ക് ആ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. സ്ഥാനാന്തര പ്രാപ്തി വന്നു ചേരുക, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക. അപ്പോൾ ജോലി സംബന്ധമായിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പ്രമോഷൻ ലഭിക്കുന്ന നല്ല ഫലത്തെ വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈശ്വരാധീനമുള്ള കാലയളവിനെ തന്നെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പല ഗ്രഹങ്ങളെ കൊണ്ടും കുറച്ച് മോശഫലത്തെ സൂചിപ്പിച്ചാൽ പോലും അതൊന്നും ഒരു പരിധിവരെ നമ്മളിലേക്ക് വരാതിരിക്കുന്നത് വ്യാഴം 11-ൽ നിൽക്കുന്നത് കൊണ്ടാണ്, ഈശ്വരാധീനമുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഈ വരുന്ന കർക്കിടക മാസം 17-ാം തീയതി വരെ ജന്മത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും 2ലേക്ക് വരുമ്പോഴും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 17-ാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുമ്പോൾ ഭാര്യാഭർത്തൃ സംഗമം വന്നു ചേരുക. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അവരാഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിക്കുന്നത് നല്ലതാണ്. 17-ാം തീയതിക്ക് ശേഷം 2ലേക്ക് വരുമ്പോഴും ധനധാന്യ സമൃദ്ധി വന്നു ചേരുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം. ആരും മോശഫലങ്ങൾ വന്നു ചേരാൻ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിലും ആരും ആഗ്രഹിക്കണില്ല. പക്ഷെ നമ്മളെ ഒട്ടും ആഗ്രഹിക്കാതെ തന്നെ നമ്മളിലേക്ക് ഓരോ ദുരിതങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും, അല്ലേ? അപ്പോൾ ആ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നാമജപമാണ്, ഈശ്വര സേവയാണ്. നാമസങ്കീർത്തനം വിസ്യ സർവപാപത്ര നാശനം. നമ്മളുടെ ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ് നാമജപം. എന്തായാലും 2-ൽ ശുക്രൻ നിൽക്കുന്നത് ധനധാന്യ സമൃദ്ധി വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങളിൽ വന്നു ചേരുക, അംഗീകാരങ്ങൾ വന്നു ചേരുക. നല്ല ഫലത്തെയാണ് ജന്മത്തിൽ നിൽക്കുമ്പോഴും 2-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലമായിട്ട് കർക്കിടക കൂറുകാർക്ക് 8-ലാണ് ശനി. 8-ൽ നിൽക്കുന്ന ശനിയാണ് കുറച്ച് കൂടുതൽ മോശഫലത്തെ സൂചിപ്പിക്കുന്നത്. വിചാരിക്കാതെ തന്നെ കലഹം വന്നു ചേരുക, ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക. ധനപരമായിട്ടും അത്ര നല്ല ഫലമല്ല. സോ ജനങ്ങളോട് അകന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് തോന്നുക. അപ്പോൾ ഈ 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയും അയ്യപ്പസ്വാമിയും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമഃ എന്നുള്ള നാമമൊക്കെ ജപിക്കുക. എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. പക്ഷേ നമ്മളുടെ സമീപ പ്രദേശത്തുള്ള മഹാദേവ ക്ഷേത്രത്തിലും, അതായത് ശിവക്ഷേത്രത്തിലും അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ നമുക്ക് പോവാം. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാടുകൾ ചെയ്യാം. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിരുത്തി തൊഴുതു കഴിഞ്ഞാൽ തന്നെ നമ്മളിലേക്ക് വരാനിരിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങൾ പലതും ഇല്ലാതാവും. ഭഗവാൻ തന്നെ നമ്മളെ അതിൽ നിന്നെല്ലാം രക്ഷിക്കും. കാരണം അപേക്ഷിക്കുന്നവരെ പരീക്ഷിക്കും, പക്ഷെ ഉപേക്ഷിക്കില്ല എന്നല്ലേ പറയാം. ഈ വരുന്ന കർക്കിടക മാസത്തിൽ മകം, പൂരം, ഉത്രം, കാല്, ചിങ്ങക്കൂറുകാർക്ക് 12-ൽ സൂര്യൻ നിൽക്കുമ്പോൾ നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശുഭകർമ്മഫലം ഇല്ലാത്ത അവസ്ഥ. നിങ്ങളും ഞാനും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലത്തെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ ആ നല്ല ഫലം വന്നു ചേരാതിരിക്കുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. 10-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പല വിധത്തിലും ദ്രവ്യലാഭം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. അപ്പോൾ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ ധനം വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കാം. കൃഷി ചെയ്യുന്നവർക്ക് അവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുക. അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വ്യവഹാരങ്ങളൊക്കെ, തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ പരിഹരിച്ച് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക, ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അനുകൂലമായിട്ട് വന്നു ചേരുന്നൊരു ഫലത്തെ 10-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കാം. കർക്കിടകം 5-ാം തീയതി വരെ ബുധൻ 12-ലാണ് നിൽക്കുന്നത്. അതിനുശേഷം ജന്മത്തിലേക്ക് വരും. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫലത്തിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. 5-ാം തീയതി വരെ 12-ൽ നിൽക്കുമ്പോൾ ബുധനെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരാ, രോഗദുരിതങ്ങൾ വന്നു ചേരാ. 5-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോഴോ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുക. അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
അതായത് നമ്മളുടെ വാക്കുകൾ കൊണ്ട് തന്നെ കലഹം വന്നു ചേരുക. കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ഈ ബുധനെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഗുരുവായൂരപ്പനെ തന്നെയാണ്. നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 10ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം 10ൽ നിന്ന് കഴിഞ്ഞാലും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. കർമ്മ വൈകല്യം വന്നു ചേരുക, വിചാരിക്കാതെ തന്നെ സ്ഥാനഭ്രംശം വന്നു ചേരുക, ട്രാൻസ്ഫർ വന്നു ചേരുക. അപ്പൊ വ്യാഴം 10ലേക്ക് വരുമ്പോൾ ഒരു വർഷ കാലയളവിൽ ഈ ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുക. അപ്പൊ എല്ലാ മാസവും ഇങ്ങനെ ട്രാൻസ്ഫർ ഒന്നും ലഭിക്കാൻ ഇടയില്ല എന്ന് നമുക്ക് തന്നെ പൊതുവെ അറിയാമല്ലോ. പക്ഷേ ഈ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർമ്മ വൈകല്യം വന്നു ചേരുക, അതായത് കർമ്മ വൈകല്യം എന്ന് പറയുന്നത് നമ്മളുടെ ചെറിയ രീതിയിലുള്ള ശ്രദ്ധക്കുറവിലൂടെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ വരാത്തൊരവസ്ഥയാണല്ലോ പറയുന്നത്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ധനപരമായിട്ടും അത്ര നല്ല ഫലമല്ല. വിചാരിക്കാതെ തന്നെ ധനത്തിന് ദുർവ്യയം വന്നു ചേരുന്നൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നു. നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ച് തന്നെ ധനം വന്നു ചേരാത്തൊരു ഫലത്തെ സൂചിപ്പിക്കാം. അപ്പോൾ ഈ വ്യാഴത്തെ കൊണ്ടും മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ തന്നെയാണ് മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്നും പറ്റില്ല. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാട് ചെയ്യുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സൊരുത്തി തൊഴുതു കഴിഞ്ഞാൽ തന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വന്നു ചേർന്നാൽ തന്നെ ഈ 10ൽ നിൽക്കുന്ന വ്യാഴത്തിനെ കൊണ്ടും ബുധനെ കൊണ്ടും ഒക്കെ ഉള്ള മോശഫലങ്ങളെ ഗുരുവായൂരപ്പൻ തന്നെ ഇല്ലാതാക്കും. കാരണം അപേക്ഷിക്കുന്നവരെ പരീക്ഷിക്കും, പക്ഷെ ഉപേക്ഷിക്കില്ല എന്നല്ലേ പറയാം. ഈ വരുന്ന കർക്കിടകം 17-ാം തീയതി വരെ 12ലാണ് ശുക്രൻ നിൽക്കുന്നത്. അതിനുശേഷം ജന്മത്തിലേക്ക് വരും. 12ൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാലും ജന്മത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാലും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പൊതുവെ 12ൽ ഏത് ഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞാലും കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ശുക്രൻ 12ൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലത്തെയാണ് പറയുന്നത് ചന്ദ്രാല്. അപ്പോൾ 12ൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ പറയുന്നതായിട്ടുള്ള ഫലം ധനലാഭം വന്നു ചേരുക, വസ്ത്രാദി സമൃദ്ധി വന്നു ചേരുക, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ അണിയുവാനായിട്ട് സാധിക്കുക. 17-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. കാരണം ആ ഫലം പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ ആരും ആഗ്രഹിക്കുന്നുവെങ്കിൽ 17-ാം തീയതിക്ക് ശേഷം വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഭാര്യ ഭർത്തൃ സംഗമം വന്നു ചേരുക. അപ്പം ഇങ്ങനെയുള്ളൊരു മോശമായിട്ടുള്ള ഫലം അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളൊന്ന് മുൻകൈയെടുക്കുക. നല്ല രീതിയിലുള്ള ഫലം വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. കണ്ടകശനി സ്ഥാനമാണ് 7 കേട്ടോ. 7ൽ ശനി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുർജന സംസർഗം വന്നു ചേരുക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ നമുക്ക് വന്നു ചേരുക. അപ്പോൾ ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ദൂരദേശ യാത്ര ഉണ്ടാകാനായിട്ടുള്ള ഫലത്തെയും 7ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ശനിയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിക്കുക. മഹാദേവനെ വളരെ നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. നാമസങ്കീർത്തനം വിസ്യ സർവപാപത്രനാശനം, എല്ലാ ദുരിതങ്ങളും ഇല്ലാതാവും. ഉത്രം മുക്കാല അത്തം ചിത്തിരാര കന്നിക്കൂറുകാർക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ 11ലാണ് കേട്ടോ സൂര്യൻ നിൽക്കുന്നത്. 11ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് പറയുന്നത്. പാപഗ്രഹങ്ങളായിക്കോട്ടെ ശുഭഗ്രഹങ്ങളായിക്കോട്ടെ 11ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഏറ്റവും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്നൊരു നല്ല ഫലത്തെ സൂചിപ്പിക്കാം. രോഗശമനം വന്നു ചേരുക. നമ്മൾ ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം ശമനം വന്നു ചേരുന്നൊരു നല്ലൊരു കാലയളവ്. നല്ല രീതിയിൽ തന്നെ ആരോഗ്യം വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരുക, ശുഭകർമ്മഫലം വന്നു ചേരുക. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വളരെ നല്ല അനുഭവം, നല്ല ഫലം നമുക്ക് വന്നു ചേരുക. ഏത് കാര്യങ്ങൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വളരെ നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് 11ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്.
സ്ഥാനാന്തര പ്രാപ്തി വന്നു ചേരുക, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക. അങ്ങനെയൊക്കെയാണ് അർത്ഥമെങ്കിൽ പോലും ഇപ്പം നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവും. ജോലി സംബന്ധമായിട്ടൊക്കെ പ്രൊമോഷൻ ലഭിക്കുന്നൊരു നല്ലൊരു കാലയളവിനെ കർക്കിടക മാസത്തിൽ കന്നിക്കൂറുകാർക്ക് സൂചിപ്പിക്കാം. 11 നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിച്ചത് എങ്കിൽ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9 ചൊവ്വ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നല്ല ഫലങ്ങളാവും, ചില ഗ്രഹങ്ങളെ കൊണ്ട് മോശഫലങ്ങളാവും. അപ്പോൾ ആ മോശഫലങ്ങളെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക, നല്ല ഫലങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക. അപ്പോൾ 9 ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യപരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യനെ കൊണ്ട് കാര്യവിജയം സൂചിപ്പിച്ചു, ചൊവ്വയെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം വന്നു ചേരാത്തൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ പലവിധ വ്യാധികൾ വന്നു ചേരുക, ധനപരമായിട്ടും ചെലവുകൾ കൂടുക, നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക. അപ്പോൾ 11 നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, 11 നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിന്റെ ഒരു പരിധിവരെ വിപരീതമായിട്ടുള്ള ഫലമാണല്ലോ 9 നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട്. അപ്പൊ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ 11 നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാനിട വരുമല്ലോ. അപ്പൊ 9 നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മളുടെ സമീപ പ്രദേശങ്ങളിലുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിലൊക്കെ നമുക്ക് പോവാം. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാട് ചെയ്യാം. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഞാൻ പൊതുവെ പറയുന്നത് പോലെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലംച കുലധർമ്മം ച മാംച പാലയ പാലയ, ഇങ്ങനെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. അപ്പോൾ ഈ ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങൾ ഇല്ലാതാവും. അപ്പോൾ സൂര്യനെ കൊണ്ട് പറയുന്ന നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ ഇടയും വരും. കർക്കിടകം 5-ാം തീയതി വരെ ബുധൻ 11-ലാണ് നിൽക്കുന്നത്, അതിനുശേഷം 12-ലേക്ക് വരും. 5-ാം തീയതി വരെ 11-ൽ നിൽക്കുമ്പോൾ വാക്മാധുര്യം ഉണ്ടാവുക, വാക്കുകൾക്ക് ശോഭയുണ്ടാവുക, ധനലാഭം ഉണ്ടാവുക. കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക, പുരുഷന്മാർക്ക് നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ 11-ൽ ബുധൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് 5-ാം തീയതി വരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിനുശേഷം 12-ലേക്ക് വരുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുക. അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 5-ാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. വ്യാഴം 9-ലാണ് നിൽക്കുന്നത്. വ്യാഴം 9-ൽ നിൽക്കുന്നതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ ഒരു പരിധിവരെ കന്നിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. ഭാഗ്യസ്ഥാനമാണ് 9. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വന്നു ചേരുക, നമുക്ക് അനുഭവിക്കാനിട വരിക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ ബുധനെ കൊണ്ട് പറഞ്ഞതുപോലെ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. സ്ത്രീകൾക്കാണെങ്കിലും അതുപോലെ തന്നെ നല്ല ഭർത്താവിനോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക, കാര്യസിദ്ധി വന്നു ചേരുക, സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക, സന്താന ലബ്ധി വന്നു ചേരുക, സന്താന ലാഭം വന്നു ചേരുക. സന്താന ദുഃഖം അനുഭവിക്കുന്നവർക്കും ഈ 9-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സന്താന ലാഭം വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കാം. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് വ്യാഴം 9-ൽ നിന്ന് കഴിഞ്ഞാൽ. കന്നിക്കൂറുകാർക്ക് ശുക്രൻ 17-ാം തീയതി വരെ 11-ലാണ് നിൽക്കുന്നത്, അതിനുശേഷം 12-ലേക്ക് വരും. 11-ൽ നിന്ന് കഴിഞ്ഞാലും 12-ൽ നിന്ന് കഴിഞ്ഞാലും കന്നിക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പല ഗ്രഹങ്ങളും 12-ൽ നിന്ന് കഴിഞ്ഞാൽ മോശഫലത്തെയാണ് സൂചിപ്പിക്കുക. പക്ഷേ ശുക്രൻ 12-ൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ചന്ദ്രാല് 17-ാം തീയതി വരെ ശുക്രൻ 11-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധനധാന്യ സമൃദ്ധി വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. വ്യാഴത്തെ കൊണ്ടും ബുധനെ കൊണ്ടും പറഞ്ഞതുപോലെ തന്നെ ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുമ്പോൾ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുന്ന നല്ല ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല രീതിയിൽ തന്നെ അംഗീകാരങ്ങൾ വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെ ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ബന്ധുഗുണം അനുഭവിക്കാനായിട്ട് ഒരു നല്ല ബന്ധുക്കൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. 17-ാം തീയതിക്ക് ശേഷം 12-ലേക്ക് ശുക്രൻ വരുമ്പോഴും ധനലാഭത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
ആറിലാണ് ശനി നിൽക്കുന്നത്. ആറിൽ ശനി നിൽക്കുന്നതും കന്നിക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ശത്രുനാശം ഉണ്ടാവുക, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത അവസ്ഥ, രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥ, ശനിയെ കൊണ്ടും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ കന്നിക്കൂറുകാർക്ക് ചന്ദ്രൻ പറയുന്നതായിട്ടുള്ള ഫലത്തിൽ ചൊവ്വയെ കൊണ്ട് മാത്രമാണ് കുറച്ച് മോശഫലത്തെ കൂടുതൽ സൂചിപ്പിച്ചത് അല്ലേ. ബാക്കി എല്ലാ ഗ്രഹങ്ങളെ കൊണ്ടും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചത്. ഇപ്പൊ സൂര്യനെ കൊണ്ടായിക്കോട്ടെ, വ്യാഴത്തെ കൊണ്ടായിക്കോട്ടെ, ശനിയെ കൊണ്ടായിക്കോട്ടെ, ശുക്രനെ കൊണ്ടായിക്കോട്ടെ. അപ്പൊ കൂടുതലും ചന്ദ്രൻ നോക്കുമ്പോൾ കന്നിക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണല്ലോ കൂടുതലും അനുഭവിക്കാനിട വരിക. അപ്പൊ ഈ നല്ല ഫലങ്ങളല്ല നിങ്ങൾ അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, മോശഫലമാണ് കന്നിക്കൂറുകാരെ ഇപ്പോഴും അനുഭവിക്കുന്നത് എങ്കിൽ, നിങ്ങൾ അടുത്തുള്ള അറിവുള്ളൊരു ജ്യോത്സ്യനെ കണ്ട് എന്താണ് ദുരിതങ്ങൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നന്നായി. കാരണം നമ്മളെല്ലാവരും, നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഒക്കെ സുഖത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ കൂടി വസിക്കുവാനാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രഹങ്ങളെ കൊണ്ട് നല്ല ഫലങ്ങൾ പറയുമ്പോൾ നമ്മൾ മോശഫലങ്ങളാണ് അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും മനസ്സിലാക്കണമല്ലോ അല്ലേ. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല് തുലാക്കൂറുകാർക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് ഇഷ്ടമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള 10ലാണ്. നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 10ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് കർമ്മസിദ്ധി വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക. നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളും ഞാനും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണതല്ലേ. പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക, ധനലാഭം വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം, ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കാം. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് പ്രമോഷൻ വന്നു ചേരുന്ന ഒരു കാലയളവിനെയും ഈ കർക്കിടക മാസത്തിൽ തുലാക്കൂറുകാർക്ക് സൂചിപ്പിക്കാം. തുലാക്കൂറുകാർക്ക് 8ലാണ് ചൊവ്വ നിൽക്കുന്നത്. 8ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അപമാനം ഉണ്ടാകുക. അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കർക്കിടകം 5-ാം തീയതി വരെ ബുധൻ 10ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 11ലേക്ക് വരും. 10ൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും 11ൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും കർക്കിടകക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5-ാം തീയതി വരെ 10ൽ നിൽക്കുമ്പോൾ തൊഴിൽപരമായിട്ട്, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് പറയുന്നതായിട്ടുള്ള ഫലം ശത്രുനാശം വന്നു ചേരുക, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. ധനപരമായിട്ടും വളരെ നല്ല ഫലം, ധനലാഭം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം. 11ലേക്ക് വരുമ്പോൾ 5-ാം തീയതിക്ക് ശേഷം നല്ല രീതിയിൽ തന്നെ വാക്മാധുര്യം വന്നു ചേരുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, കാര്യസിദ്ധി വന്നു ചേരുക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും തുലാക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ജോലി സംബന്ധമായിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് 10ൽ നിൽക്കുമ്പോഴും 11ൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 8ലാണ് വ്യാഴം നിൽക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. അത്ര നല്ല ഫലത്തെയല്ല 8ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പല ഗ്രഹങ്ങളെ കൊണ്ടും നല്ല ഫലത്തെയാണല്ലോ സൂചിപ്പിച്ചത്. പക്ഷേ ഈ നല്ല ഫലങ്ങളെ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്ന മോശഫലത്തെയാണ് 8ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. കഠിനങ്ങളായിട്ടുള്ള വ്യാധികൾ വന്നു ചേരുക, എല്ലായ്പ്പോഴും അലച്ചിലുണ്ടാവുക, ഓരോരോ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടേണ്ടി വരിക. അപ്പോൾ ആ 8ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാക്കിയാൽ മാത്രമേ സൂര്യനെ കൊണ്ടും ബുധനെ കൊണ്ടും പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവവേദ്യമായിട്ട് വരൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ 8ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലങ്ങളെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കുക? ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം ജപിക്കുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. നമ്മളുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം, യഥാശക്തി വഴിപാടുകൾ കഴിക്കാം. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ ഈ 8ൽ നിൽക്കുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ എല്ലാം തന്നെ ഗുരുവായൂരപ്പൻ ഇല്ലാതാക്കും. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ ആ മോശഫലങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാലോ സൂര്യനെ കൊണ്ടും ബുധനെ കൊണ്ടും പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും അല്ലേ. നാമസങ്കീർത്തനമസ്യ സർവ്വപാപത്ര നാശനം.
നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപ. കുടുംബത്തിൽ നിന്ന് നാമം ജപിച്ചോളൂ. യാതൊരു സംശയവുമില്ല, നമ്മളിലേക്ക് യാതൊരു ദുരിതവും വന്നു ചേരില്ല. തുലാക്കൂറുകാർക്ക് 17-ാം തീയതി വരെ 10-ലാണ് ശുക്രൻ നിൽക്കുന്നത്. അതിനുശേഷം 11-ലേക്ക് വരും. 10-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല കേട്ടോ സൂചിപ്പിക്കുന്നത്. സൂര്യൻ 10-ൽ നിന്ന് കഴിഞ്ഞാലും ബുധൻ 10-ൽ നിന്ന് കഴിഞ്ഞാലും നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചത് നേരത്തെ. പക്ഷേ ശുക്രൻ 10-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നതും അപമാനം ഉണ്ടാവുന്നതും നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനം കൊണ്ട് പോകും അല്ലേ? അപ്പോൾ കലഹം ഉണ്ടാവുന്നത് ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അതേപോലെ തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. 11-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 10-ൽ നിൽക്കുന്നതായിട്ടുള്ള ഫലം എല്ലാം മാറി വളരെ ഗംഭീരമായിട്ടുള്ള ഫലം, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ധനധാന്യ സമൃദ്ധി വന്നു ചേരുക. ഇപ്പം ഈ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങളാണല്ലോ പല ഗ്രഹങ്ങളെ കൊണ്ട് സൂചിപ്പിച്ചത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയം തോന്നാം, ഇപ്പോൾ ഇത് ഏത് ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരികയെന്ന്. ഇപ്പോൾ വ്യാഴം നമ്മളുടെ ജാതകപ്രകാരം വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വ്യാഴം 8-ൽ നിൽക്കുന്നതായിട്ടുള്ള ഫലമൊക്കെ നമുക്ക് ഒരു പരിധിവരെ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ ഇടവരുള്ളൂ കേട്ടോ. എല്ലാ ഗ്രഹങ്ങളെ കൊണ്ടും നല്ല ഫലങ്ങളാണ് പറയാൻ എനിക്ക് താല്പര്യം. പക്ഷേ ഇതൊരു മനസ്സിലാക്കലാണല്ലോ. വരാൻ പോകുന്നതായിട്ടുള്ള ഫലങ്ങൾ നല്ല ഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഫലത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നിക്കാമല്ലോ. മോശഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ മോശഫലത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാമല്ലോ. അപ്പോൾ നമുക്ക് നല്ലതല്ലേ വരുള്ളൂ. 5-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും തുലാക്കൂറുകാർ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഫലങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. വിശാഖം കാലാരിടം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക. അതേപോലെ തന്നെ പലവിധ ദുരിതങ്ങളും വ്യാധികളും വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക. അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അപമാനം ഉണ്ടാകാനായിട്ടുള്ള സൂചനയുണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 7-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 7-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ഭാര്യ ഭർത്തൃ കലഹം വന്നു ചേരുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി കലഹം വന്നു ചേരുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. ഉദരവ്യാധി വന്നു ചേരുന്നൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നു. അതായത് വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. ഈ വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നതും ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണെന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടുള്ള ഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ചൊവ്വയെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഭദ്രകാളി ഭഗവതിയെ, കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 5-ാം തീയതി വരെ 9-ലാണ് ബുധൻ നിൽക്കുന്നത്. 5-ാം തീയതി വരെ ബുധൻ 9-ൽ നിൽക്കുമ്പോൾ രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് പറയണത്. പക്ഷെ 10-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. സ്ഥാന ഔന്നിത്യം വന്നു ചേരുക, ജോലി സംബന്ധമായിട്ടൊക്കെ പ്രമോഷൻ ലഭിക്കുന്ന ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. കർക്കിടകം 5-ാം തീയതിക്ക് ശേഷമാണ് ബുധൻ 10-ലേക്ക് വരുന്നത്. 10-ലേക്ക് വരുമ്പോഴാണ് ഈ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 7-ലാണ് വ്യാഴം നിൽക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. നല്ല വാക് സാമർഥ്യം ഉണ്ടാവുക, ബുദ്ധി സാമർഥ്യം വന്നു ചേരുക. ബുദ്ധി സാമർഥ്യം എന്ന് പറയുന്നത് തന്നെ വേണ്ട ബുദ്ധി നമുക്ക് വേണ്ട സമയത്ത് തന്നെ തോന്നുക. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക, കാര്യസിദ്ധി വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല സുഖങ്ങളും നമുക്ക് അനുഭവിക്കാനിട വരിക. വിവാഹ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വിവാഹം നടക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ 7-ൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ധനം തിരിച്ചു കിട്ടുവാനായിട്ടുള്ള നല്ല ഫലത്തെ
കടം കൊടുത്തിട്ടൊക്കെ കുറച്ച് കാലമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടാത്ത പണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ ശ്രമിച്ചോളൂ. അവർക്ക് ആ ധനം തിരിച്ചു കിട്ടുവാനായിട്ടുള്ള നല്ല ഫലത്തെ 7-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. കർക്കിടകം 17-ാം തീയതി വരെ ശുക്രൻ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ്. ശുക്രൻ 9-ൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. സൂര്യനെ കൊണ്ട് കുറച്ച് മോശം ഫലത്തെയാണല്ലോ 9-ൽ നിൽക്കുമ്പോൾ പറഞ്ഞത്. പക്ഷേ 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള നല്ല ഫലമാണ് 9-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട്. 9-ൽ ശുക്രൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക, കാര്യസിദ്ധി വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ധനലാഭം വന്നു ചേരുക, നമ്മൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക. 17-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലമല്ല. കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നതും അപമാനം ഉണ്ടാവുന്നതും നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളല്ലോ. കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനവും കൂടി ഇങ്ങോട്ട് പോകും. അപ്പോൾ ഒരു പരിധി വരെ ഈ ചൊവ്വയെ കൊണ്ടും ഈ മോശഫലത്തെ സൂചിപ്പിച്ചു അല്ലേ. അപ്പോൾ കലഹം ഉണ്ടാവുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. സമൂഹത്തിൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിലും നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ചോറ്റാനിക്കര ഭഗവതിയെ വളരെ നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിക്കുക. വൃശ്ചികക്കൂറുകാർക്ക് കുറച്ചു കാലമായിട്ട് കണ്ടകശനി സ്ഥാനമായിട്ടുള്ള 4-ലാണ് ശനി നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ വൃശ്ചികക്കൂറുകാർക്ക് തന്നെ അറിയാം. ശരിക്ക് രാശിമാറ്റം സംഭവിച്ചാൽ മാത്രമേ ഈ ഫലത്തിന് വ്യത്യാസം വരുള്ളൂ. 4-ൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് ചൊവ്വയെക്കൊണ്ടും ഈ ശുക്രനെക്കൊണ്ടും പറയുന്നത് പോലെ തന്നെയുള്ളൊരു ഫലം കലഹം വന്നു ചേരാം. അപ്പോൾ ഈ കലഹം എന്ന ഫലം വന്നു ചേരാൻ കുറച്ച് സാധ്യത കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് പോവാതിരിക്കുക. ധനപരമായിട്ടും അനുകൂലമല്ല. വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു ഫലം ദുർബുദ്ധി വന്നു ചേരുക. ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കെല്ലാവർക്കും നല്ല ബുദ്ധിയാണ് വരേണ്ടതല്ലേ. നമുക്ക് നല്ല മനസമാധാനവും ഐശ്വര്യമൊക്കെ വന്നു ചേരുന്ന രീതിയിലുള്ള ബുദ്ധി വേണമല്ലോ നിങ്ങൾക്കും എനിക്കും ഒക്കെ വന്നു ചേരാൻ. അപ്പോൾ ഈ 4-ൽ നിൽക്കുന്നതായിട്ടുള്ള ശനി നമ്മളിലേക്ക് ദുർബുദ്ധിയെയാണ് വരുത്തുന്നത്. വേണ്ടാത്ത ബുദ്ധി വന്നു ചേരുക. വേണ്ടാത്ത ബുദ്ധി വന്നു ചേർന്ന് കഴിഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഉള്ള മനസ്സിനെയാണല്ലോ പ്രേരിപ്പിക്കുന്നത്. മോശമായിട്ടുള്ള ബുദ്ധി മാറി നല്ല ബുദ്ധി വന്നു ചേരാൻ പ്രത്യേകിച്ച് ശ്രീ അയ്യപ്പസ്വാമിയും മഹാദേവനെയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിച്ചാൽ ഈ മോശഫലങ്ങളെ നമുക്ക് മാറ്റും. നല്ല ബുദ്ധി നമുക്ക് വന്നു ചേരും. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്കും ശബരിമലയ്ക്കൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുന്നതിന് അതൊരു തടസ്സമല്ലല്ലോ. എന്തായാലും വൃശ്ചികക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരാം. മൂലം പൂരാടം ഉത്രാടം കാല ധനുക്കൂറുകാർക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ 8-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. 6-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയും ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ധനലാഭത്തെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് വ്യവഹാരങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ വളരെ നല്ല രീതിയിൽ അനുകൂലമായിട്ട് വന്ന് ഭവിച്ച് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ ധനം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. 6-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ധനുക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർക്കിടകം 5-ാം തീയതി വരെ ബുധൻ 8-ലാണ് നിൽക്കുന്നത്. 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവവേദ്യമായിട്ട് വരിക. സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. ഇത് 5-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഈ നല്ല ഫലം. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും 5-ാം തീയതി വരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾക്കും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 5-ാം തീയതിക്ക് ശേഷം ബുധൻ 9-ലേക്ക് വരുമ്പോൾ രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് പറയണത്. അപ്പോൾ 9-ലേക്ക് വരുന്നതായിട്ടുള്ള ബുധനെ കൊണ്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഗുരുവായൂരപ്പനെ തന്നെയാണ് മനസ്സിരുത്തി പ്രാർത്ഥിക്കേണ്ടത്. 6-ലാണ് വ്യാഴം. 6-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ആധികൾ വ്യാധികൾ
വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുക. സുഖസാധനങ്ങളുണ്ടായാലും ആ സുഖം അനുഭവിക്കാൻ യോഗ്യമില്ലാത്ത അവസ്ഥ വന്നു ചേരുക. നമ്മളുടെ സന്താനങ്ങളെ ചിന്തിച്ചുകൊണ്ട് ആധികളും വ്യാധികളും വന്നു ചേരുക. ഇതിൻ്റെ കൂടെ ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളും അസൂയാലുക്കളും ഒക്കെ വന്നുകൂടിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് മോശഫലത്തെയല്ലേ ആറ് നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം ജപിക്കുക. വളരെ ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിക്കുക. അപ്പോൾ ഈ വന്നു ചേരുന്ന മോശഫലങ്ങളെ ഗുരുവായൂരപ്പൻ തന്നെ ഇല്ലാതാക്കും. അപേക്ഷിക്കുന്നവരെ പരീക്ഷിക്കും, പക്ഷെ ഒട്ടും ഉപേക്ഷിക്കില്ല അല്ലേ. കർക്കിടകം 17-ാം തീയതി വരെ 8-ലാണ് ശുക്രൻ. പൊതുവിൽ 8-ൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് പലപ്പോഴും ചന്ദ്രാൽ മോശഫലങ്ങളെയാണ് സൂചിപ്പിക്കാനായിട്ട് വരിക. പക്ഷേ 8-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് പറയണത്. 9-ലേക്ക് വരുമ്പോഴും 17-ാം തീയതിക്ക് ശേഷം 9-ലേക്ക് വരുന്നു. അപ്പോൾ 8-ൽ നിൽക്കുമ്പോൾ 17-ാം തീയതി വരെ ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക. ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല ഭാഗ്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുക. ധർമ്മകാര്യസിദ്ധി വന്നു ചേരുക. ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല സുഖങ്ങളും നമുക്ക് വന്നു ചേരുക. 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് ധനുക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാഴം കുറച്ച് മോശസ്ഥാനത്ത് നിന്നാൽ പോലും 3-ൽ ശനി നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശനിക്ക് 3 വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ്. 3-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സർവ്വ അഭീഷ്ട സിദ്ധി വന്നു ചേരുക. 1 തൊട്ട് 12 വരെയുള്ള സ്ഥാനങ്ങൾ ചിന്തിക്കുമ്പോൾ കൂടുതൽ സ്ഥാനങ്ങളിൽ ശനി നിൽക്കുന്നത് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3, 6, 11 ഈ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ശനിയെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ 3-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സർവ്വാഭീഷ്ട സിദ്ധി വന്നു ചേരുക. സർവ്വാഭീഷ്ട സിദ്ധി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക, ധനലാഭം വന്നു ചേരുക, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുക. എന്തായാലും ധനുക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ തുടർന്നോളൂ. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര മകരക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ 7-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഉദരവ്യാധി വന്നു ചേരുക. ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയല്ലേ. അപ്പോൾ ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. 5-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 5-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മാനസികമായിട്ട് നമുക്ക് വന്നു ചേരുന്ന ഒരു ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുഭയം ഉണ്ടാവുക, രോഗഭയം ഉണ്ടാവുക, ശത്രുക്കൾ നിമിത്തം തന്നെ നമുക്ക് ദുഃഖങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം. അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു ഭയം. മാനസികമായിട്ട് വന്നു ചേരുന്നൊരു ഭയവും മോശഫലമല്ലേ. സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്നൊരു ഫലത്തെയും ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക, പഞ്ചാക്ഷരം ജപിക്കുക. ചൊവ്വയെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ കാളി കാളി മഹാളി ഭദ്രകാളി നമോസ്തുതേ, കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ, ഈ ഭദ്രകാളി സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങൾ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. കർക്കിടകം 5-ാം തീയതി വരെ ബുധൻ 7-ലാണ് നിൽക്കുന്നത്. കലഹം വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അത്ര നല്ല ഫലമല്ലല്ലോ. അപ്പോൾ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. 8-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യവിജയം വന്നു ചേരുക. ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ നല്ല ഫലം അനുഭവേണ്ടിയായിട്ട് വരിക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല സന്താനങ്ങളോടും ഭർത്താവിനോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും 5-ാം തീയതിക്ക് ശേഷം ബുധൻ 8-ലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. വളരെ നല്ല ഫലത്തെയാണ് മകരക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 5-ലാണ് വ്യാഴം നിൽക്കുന്നത്. 5-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും നല്ല രീതിയിൽ തന്നെയുള്ള ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു. എല്ലാം ലാഭമാണ് പറയുന്നത്. ഗൃഹലാഭം ഉണ്ടാവുക, ഭാര്യാലാഭം, ഭർത്തൃലാഭം, ധനലാഭം, ഗൃഹലാഭം, ലൗകിക സുഖങ്ങൾ അനുഭവിക്കുക. ഏത് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്നൊരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുക. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. പല ഗ്രഹങ്ങളെ കൊണ്ട് മോശഫലത്തെ സൂചിപ്പിച്ചാൽ പോലും വ്യാഴം 5-ൽ നിൽക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയുള്ള ഈശ്വരാധീനത്തെ മകരക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നു.
അതായത് 5-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഫലമാണ്. ഗൃഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ഭവനമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിക്കുക. ഈ വ്യാഴം 5-ൽ നിൽക്കുമ്പോൾ അതൊക്കെ വന്നു ചേരും. സന്താന ദുഃഖം അനുഭവിക്കുന്നവർ, പുത്രദുഃഖം അനുഭവിക്കുന്നവർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. അവർക്ക് സന്താന ലാഭം വന്നു ചേരും. കർക്കിടകം 17-ാം തീയതി വരെ 7-ലാണ് കേട്ടോ ശുക്രൻ നിൽക്കുന്നത്. 7-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് കലഹം എന്ന ഫലത്തെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 8-ലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. പല ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലങ്ങൾ ചന്ദ്രാല് സൂചിപ്പിക്കുമ്പോൾ 8-ൽ നിൽക്കുമ്പോൾ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ 8-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് പറയണത് ചന്ദ്രാല്. ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക, ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 2-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ശനി എന്ന് പറഞ്ഞാൽ ഒരു മന്ദനാണ്. മന്ദൻ എന്ന് തന്നെയാണ് ഒരു പര്യായപദം ശനിയെ കൊണ്ട് പറയുന്നത്. നമ്മളിലേക്ക് വന്നു ചേരേണ്ടതായിട്ടുള്ള ധനത്തിൻ്റെ വരവിന് ഒരു മന്ദത വന്നു ചേരുക, പതുക്കെയാവുക. അതേപോലെ തന്നെ ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ വിരക്തി വന്നു ചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് 2-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട്. അപ്പോൾ ശനൈശ്വരായ നമാന്നുള്ള നാമം ജപിക്കുക. എന്തായാലും മകരക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഈശ്വരന്മാർക്ക് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. ഈ വരുന്ന കർക്കിടക മാസത്തിൽ അവിട്ടത്തറ, ചതയം, പൂരൂരുട്ടാതി, മുക്കാല് കുംഭക്കൂറുകാർക്ക് 6-ലാണ് കേട്ടോ സൂര്യൻ നിൽക്കുന്നത്. 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കുംഭക്കൂറുകാരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. പല ഗ്രഹങ്ങളെ കൊണ്ടും കുംഭക്കൂറുകാരുടെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മോശഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സൂചിപ്പിക്കേണ്ടി വരിക. എല്ലാ ഗ്രഹങ്ങളെ കൊണ്ടും നല്ല ഫലങ്ങൾ പറയാനാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇതൊരു മനസ്സിലാക്കലാണല്ലോ. അപ്പോൾ മോശഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ മോശഫലങ്ങളെ ഞാൻ എടുത്തു പറയാറുണ്ട്, നല്ല ഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ നല്ല ഫലങ്ങളെയും സൂചിപ്പിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് കുംഭക്കൂറുകാർക്ക് ശത്രു, രോഗ, ദുഃഖ ശമനം, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം വന്നു ചേരുന്നൊരു കാലയളവാണ്. ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ രോഗങ്ങൾക്കും ശമനം വന്നു ചേരുന്നൊരു കാലയളവ്. അതേപോലെ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ തടസ്സങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്നൊരു ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 4-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഉദരവ്യാധി വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. ദുർജന സംസർഗം വന്നു ചേരുക എന്നുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക. ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും ആർക്കും നല്ല ഫലമല്ലല്ലോ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മം ച പാലയ പാലയ. ഭദ്രകാളി ഭഗവതിയെ പ്രത്യേകിച്ച് മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. 4-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടുള്ള ഫലങ്ങളെയെല്ലാം, മോശഫലങ്ങളെയെല്ലാം ശ്രീ ഭദ്രകാളി ഭഗവതിയെ സേവിച്ചാൽ ഇല്ലാതാവും എന്ന് മനസ്സിലാക്കുക. കർക്കിടകം 5-ാം തീയതി വരെ ബുധൻ 6-ൽ നിൽക്കുമ്പോൾ കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവേദ്യമായിട്ട് വരിക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള നല്ല ഫലം, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്, സ്ഥാന അഭ്യുന്നതി വന്നു ചേരുക. പക്ഷേ 5-ാം തീയതിക്ക് ശേഷം 7-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്, കലഹം വന്നു ചേരുക. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനം കൂടി ഇങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നാൽ ഈ 7-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് തന്നെ ഒരു പരിധിവരെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും, അല്ലേ? 4-ൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ടും പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ ആരാധിക്കേണ്ടതുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്ന് അരിഷ്ടത വന്നു ചേരുക, ഒരേടത്ത് ഒരു സുഖമില്ലാത്തൊരവസ്ഥ വന്നു ചേരുക, ഒരു ഈശ്വരാധീന കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നാരായണ എന്നുള്ള നാമം കുറച്ച് കൂടുതൽ ജപിക്കുക. കർക്കിടകം 17-ാം തീയതി വരെ 6-ലാണ് ശുക്രൻ നിൽക്കുന്നത്. അതിനുശേഷം 7-ലേക്ക് വരും. 6-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്
പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ, ഈ സ്തോത്രമൊക്കെ ജപിക്കുക. 7ലേക്ക് വരുമ്പോഴും സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള ഉപദ്രവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 6 നിൽക്കുമ്പോഴും 7 നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ എല്ലാം സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ വളരെ നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കുവാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും. സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയാണ് ചോറ്റാനിക്കര ഭഗവതി. ജന്മത്തിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ടും നല്ല ഫലത്തെ എല്ലാ കുംഭക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക. ധനപരമായിട്ടും വരവ് കുറയുക, ചെലവുകൾ കൂടുക. ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക വിഷഭയം എന്ന ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. മോശഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ മോശഫലങ്ങളെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പ്രവർത്തിച്ചാൽ ആ മോശഫലങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കുവാനായിട്ട് ഒരു പരിധിവരെ നമുക്ക് ഉപകാരമാകുമല്ലോ. നല്ല ഫലങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആ നല്ല ഫലങ്ങളെ നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. എന്തായാലും കുംഭക്കൂറുകാരുടെ ഗ്രഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. ഈ വരുന്ന കർക്കിടക മാസത്തിൽ പൂരുരുട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് സൂര്യൻ 5ലാണ് നിൽക്കുന്നത്. 5ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ഫലത്തെ സൂചിപ്പിക്കുന്നത് ശത്രു ദുഃഖ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെങ്കിലും ആരും ആഗ്രഹിക്കുന്ന ഫലമല്ല. ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, അസൂയാലുക്കൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ, അതായത് മഹാദേവനെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മോശഫലങ്ങളെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 5ൽ നിൽക്കുന്നതായിട്ട് സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിൻ്റെ ഒരു പരിധിവരെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് 3ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട്. 3ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നത്. ശത്രുനാശം വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈശ്വരാനുഗ്രഹം വന്നു ചേർന്നാൽ തന്നെ പകുതി ദുരിതങ്ങളില്ലാതാവുമല്ലോ. പ്രത്യേകിച്ച് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേരുക. ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ പരിഹരിച്ച് നമുക്ക് അനുകൂലമായിട്ട് വന്നു ചേരുക. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക. കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് വളരെ നല്ല രീതിയിൽ ആദായം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. വളരെ നല്ല ഫലത്തെയാണ് ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പല ഗ്രഹങ്ങളെ കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടും പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. എല്ലാ ഗ്രഹങ്ങളെ കൊണ്ടും എപ്പോഴും നല്ല ഫലങ്ങളായിരിക്കില്ലല്ലോ സൂചിപ്പിക്കുക. പല ഗ്രഹങ്ങളും പല സ്ഥാനത്ത് നിൽക്കുമ്പോൾ പല ഫലങ്ങളാണ് പറയുക, അല്ലേ? ഇപ്പോൾ സൂര്യനെ കൊണ്ട് മോശഫലത്തെ സൂചിപ്പിച്ചു. 5ൽ നിൽക്കുമ്പോൾ മോശഫലമാണ്. 6ലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെയാണ് കേട്ടോ പറയാൻ പോണത്. ഇപ്പം 5ലാണ്, അതുകൊണ്ടാണ് മോശഫലത്തെ സൂചിപ്പിച്ചത്. ജ്യോതിഷം തന്നെ ഒരു മനസ്സിലാക്കലാണ്. അതായത് ഓരോ ഗ്രഹങ്ങൾ ഇന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇന്ന ഫലങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി ആ ഗ്രഹങ്ങളെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഭഗവാന്മാരെ നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ ആ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നല്ല ഫലങ്ങൾ വന്നു ചേരും. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടെ ജീവിക്കുവാനായിട്ടല്ലേ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും. കർക്കിടകം 5-ാം തീയതി വരെ 5ലാണ് ബുധൻ നിൽക്കുന്നത്. 5ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാവുക, ഭാര്യ പുത്ര കലഹം വന്നു ചേരുക. അതായത് കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നതും നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഈ കലഹം വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. 5-ാം തീയതിക്ക് ശേഷം 6ലേക്ക് ബുധൻ വരുമ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യവിജയം വന്നു ചേരുക. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലാനുഭവേദിയായിട്ട് വരിക. പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക. സ്ഥാന ഔഭിന്യതി വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം 5-ാം തീയതിക്ക് ശേഷം ജോലി സംബന്ധമായിട്ട് പ്രമോഷൻ ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ മീനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നുണ്ട്. പല ഗ്രഹങ്ങളെ കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. 3ൽ വ്യാഴം നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് കന്യക്കൂറുകാർക്ക് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കുറച്ചു കാലമായിട്ട് ഈ മോശഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 3ൽ നിന്ന് കഴിഞ്ഞാൽ വിചാരിക്കാതെ തന്നെ തൊഴിൽപരമായിട്ടൊക്കെ ട്രാൻസ്ഫർ ലഭിക്കുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്ഥാനഭ്രംശം വന്നു ചേരുക. അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം ലഭിക്കാത്തൊരവസ്ഥയെയും പറയുന്നു. കാര്യവിനാശം വന്നു ചേരുക. അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ
മനസ്സിരുത്തി പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. നാമസങ്കീർത്തനം വിസ്യ സർവ്വപാപത്രനാശനം എന്നാണ് പറയുന്നത്. നമ്മളിലേക്ക് നമ്മളറിയാതെ തന്നെ വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ കലികാലത്ത് ഏറ്റവും ഗംഭീരമായിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപമാണ്. കർക്കിടകം 17-ാം തീയതി വരെ ശുക്രൻ 5-ലാണ് നിൽക്കുന്നത്. 5-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പല ഗ്രഹങ്ങളെ കൊണ്ടും മോശമായിട്ടുള്ള ഫലങ്ങളും നല്ല ഫലങ്ങളും ഒക്കെ പൊതുവെ സൂചിപ്പിക്കുമല്ലോ. അപ്പോൾ 5-ൽ ശുക്രൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ധനലാഭം ഉണ്ടാവുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം സന്താന ലാഭം വന്നു ചേരുക, സന്താന ഗുണം അനുഭവിക്കാനിട വരിക, ബന്ധുഗുണം അനുഭവിക്കാനിട വരിക. 17-ാം തീയതി വരെയാണ് കേട്ടോ ഈ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം 6-ലേക്ക് വരുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് പറയുന്നത്. അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഈ ശുക്രനെ കൊണ്ട് 6-ലേക്ക് വരുമ്പോഴുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ ചോറ്റാനിക്കര ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. സർവജ്ഞ സർവവരതെ സർവദുഷ്ടഭയങ്കരി സർവസ്യാർത്തിഹരേ ദേവി നാരായണ നമോസ്തുതേ. സർവജ്ഞ സർവവരതെ സർവദുഷ്ടഭയങ്കരി. സർവജ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ഭഗവതി. സർവവരതെ എല്ലാ വരങ്ങളും തരുന്ന ഭഗവതി. സർവജ്ഞ സർവവരതെ സർവദുഷ്ടഭയങ്കരി എല്ലാ ദുഷ്ടന്മാർക്കും ഭയങ്കരിയായിട്ടുള്ള ഭഗവതി. സർവസ്യ ആർത്തിഹരേ ദേവി. സർവസ്യ എല്ലാ ദുഃഖങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ദുരാഗ്രഹങ്ങളെയും, ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നുണ്ട് ദുരാഗ്രഹം എന്നുണ്ട്. അപ്പോൾ എല്ലാ ദുരാഗ്രഹങ്ങളെയും ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ഭഗവതിയെ, ആ നാരായണി ഭഗവതിയെ ഞാൻ നമസ്കരിക്കുന്നു. നാരായണ നമോസ്തുതേ. ഈ സ്തോത്രത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. അപ്പോൾ ചോറ്റാനിക്കര ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ ഭജിച്ചാൽ 6-ൽ നിൽക്കുന്നതായിട്ടുള്ള ആ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. 12-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ അറിയാലോ. ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്തത് കഴിഞ്ഞു വേറൊന്ന്, മറ്റൊന്ന് കഴിഞ്ഞു വേറൊന്ന്, ഇങ്ങനെയുള്ളൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിച്ചോളൂ. അയ്യപ്പനെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചോളൂ, മഹാദേവനെ. എന്തായാലും മീനക്കൂറുകാരുടെ ഗ്രഹപ്പെടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോൾ അടുത്ത മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.